കൊല്ലം കൊട്ടിയത്തെ ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലെ ഡ്രോൺ നിർമ്മിക്കുന്ന വിദ്യാർത്ഥികൾ ദേശീയ ശ്രദ്ധ നേടിയേക്കും. കുറഞ്ഞ ചെലവിൽ 2 കിലോ ഭാരം താങ്ങാൻ ശേഷിയുള്ള ഡ്രോണുകൾ പൂർണ്ണമായും ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചു എന്ന് മാത്രമല്ല, കൂടുതൽ ഉയരത്തിൽ 12 കിലോമീറ്റർ തുടർച്ചയായി പറപ്പിക്കാൻ കഴിയുന്ന ഡ്രോൺ വിജയകരമായി പരീക്ഷണ പറത്തൽ നടത്തുകയും ചെയ്തു. എന്റെ കേരളം പവലിയനിൽ ഡ്രോൺ പ്രദർശിപ്പിച്ചു. റിപ്പോർട്ട് കാണാം. ശേഷം പ്രധാന തലക്കെട്ടുകളുമായി സിന്ധൂരി വിജയൻ ചേരും. ഇതാണ് നമ്മുടെ കൊട്ടിയം പോളിടെക്നിക് കോളേജ്. അവിടുത്തെ വിദ്യാർത്ഥികൾ സൃഷ്ടിച്ചെടുത്ത ഒരു ഡ്രോൺ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുഴുവനും പാർട്സ് ഇവർ തന്നെ ഡിസൈൻ ചെയ്ത് ഇവരുടെ തന്നെ ഡൈയിൽ നിർമ്മിച്ചവ 3D ഇതിൽ നിർമ്മിച്ചവയാന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. മാത്രമല്ല ഇതിന് 2000 മീറ്റർ സ്കൈ ഇതിലേക്ക് ഉയരത്തിലേക്ക് പോകാനും കഴിയും. ഏതാണ്ട് 12 കിലോമീറ്റർ ചുറ്റളവിൽ ഇതിന് ചുറ്റാനും കഴിയും. ബാറ്ററി ബാക്കപ്പ് അത്രമാത്രമാണ് ഇതിന് സമയം നൽകിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞതിൽ ഒരു പ്രത്യേകത. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ IEDC സെല്ലിന്റെ സഹായത്തോടെ 2 വർഷത്തെ റിസർച്ചിനൊടുവിലാണ് ഡ്രോൺ നിർമ്മിച്ചത്. 12 കിലോമീറ്റർ ദൂരപരിധിയിൽ എവിടെ നിന്നും ഡ്രോണിനെ നിയന്ത്രിക്കാമെന്ന് NCC കേഡറ്റ് കൂടിയായ വൈഷ്ണവ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഒന്നിലധികം ഫംഗ്ഷൻസിനകത്ത് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പേലോഡ് കപ്പാസിറ്റി വരുന്നത് 2 കിലോഗ്രാമാണ്, അല്ലെങ്കിൽ 2000 ഗ്രാമാണ്. ആ 2000 ഗ്രാമിനുള്ളിൽ നമുക്ക് എന്ത് പേലോഡ് വേണമെങ്കിലും വെക്കാം. ചാവേർ ഡ്രോൺ, യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ടൈപ്പ് ഡ്രോണുകൾ. ഇതിനകത്തൊരു എക്സ്പ്ലോസീവ് വെച്ചാൽ ഇത് പ്രിസിഷൻ സ്ട്രൈക്കിംഗ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. ഒരു മിസൈൽ പോയി ഇടിച്ചു പൊട്ടുന്നത് പോലെ ഡ്രോണിനെ ലോയിറ്ററിംഗ് മിസൈൽ എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. 3D പ്രിന്റർ സ്വയം നിർമ്മിച്ച ഡ്രോണിന്റെ മുഴുവനും ഭാഗങ്ങളും ഇതേ 3D പ്രിന്ററിൽ നിർമ്മിച്ചാണ് വൈഷ്ണവിന്റെ നേതൃത്വത്തിൽ 4 അംഗ വിദ്യാർത്ഥികൾ ഡ്രോൺ വികസിപ്പിച്ചത്. കൂട്ടിന് NCC മേജർ സനൽകുമാർ, വിനോദ് കുമാർ DM എന്നിവരും ഉണ്ടായിരുന്നു. ആദ്യം ഡെവലപ്പ് ചെയ്തെടുത്താണ് ഈ 3D പ്രിന്റർ. 3D പ്രിന്ററിൽ നിന്നാണ് നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാകുന്ന ത്രിമാന വസ്തുക്കൾ നമുക്ക് ഏത് രീതിയിലുള്ള ത്രിമാന വസ്തുക്കളും നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് 3D പ്രിന്റർ. ഇത് തന്നെ ഞങ്ങൾ 2-3 3D പ്രിന്റർ കുട്ടികളുടെ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ എല്ലാ ഭാഗങ്ങൾ തന്നെയും ഈ 3D പ്രിന്ററിൽ നിന്നാണ് ഞങ്ങൾ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക്കിൽ ഇൻഡസ്ട്രിയൽ പാർക്ക് യാഥാർത്ഥ്യമാവുകയാണെന്ന് വിദ്യാർത്ഥിനി ആസിയ നൌഷാദ് അഭിമാനത്തോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാവുകയാണ്. അപ്പോൾ ഈ പദ്ധതി വിദ്യാർത്ഥികൾക്കിടയിൽ ഒരുപാട് ഒരു ഫ്യൂച്ചറിനെ വരച്ചിടുന്നുണ്ട്. പ്രധാനമായും പഠിക്കുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു വ്യവസായ പരിചയവും അതോടൊപ്പം തന്നെ സ്വന്തം ക്യാമ്പസിൽ തന്നെ ജോലി ചെയ്ത് വരുമാനം നേടാനും ഇതുവഴി സാധിക്കുന്നുണ്ട്. അപ്പം ഇത്തരം പദ്ധതികൾ നമ്മളിലേക്ക് എത്തിക്കുന്നത് നമുക്കറിയാം, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പ്രോജക്റ്റുകളാണ്. നമ്മുടെ വ്യവസായ വകുപ്പും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ചേർന്നാണ് ഇത്തരം പദ്ധതികൾ ജനങ്ങളിലേക്കും സമൂഹത്തിലേക്കും നമ്മുടെ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുന്നത്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ അവർക്കൊരു ധൈര്യമാണ് ഇതുവഴി കിട്ടുന്നത്. സ്വന്തം ജന്മനാട്ടിൽ നിൽക്കാനും ഇവിടെ പഠിച്ച് ഇവിടെ തന്നെ ജോലി ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസമാണ് ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നത്. കോളേജിന്റെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചാണ് മുഴുവൻ ഗവേഷണങ്ങളും. നമ്മുടെ ഈ കൊട്ടിയം പോളിടെക്നിക് കോളേജിൻ്റെ ഒരു പ്രത്യേകത സ്വന്തം R&D ആണ്. അപ്പോൾ അതിലൂടെയാണ് ഇവർ പലതും വികസിപ്പിച്ചത് ചെയ്യുന്നത്. സാധാരണഗതിയിൽ അസംബ്ലി ചെയ്ത് പലതും ഇങ്ങനെ കാണിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇവരുടെ സ്വന്തം R&Dയിൽ ഇവർ തന്നെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ മെഷീനറീസ് വരെ ഉണ്ടാക്കുന്നു. അതിൻ്റെ പ്രോഡക്ട്സ് വെച്ചിട്ടാണ് ഇവർ ഇതുപോലത്തെ ഗവേഷണങ്ങളൊക്കെ നടത്തുന്നത്. ക്യാമറാമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.